ഹലോ മക്കളെ, +1 കൊമേഴ്സ് സെലക്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റ് മാത്സുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന്. ഒരുപാട് തവണ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം അത് കൺവേ ചെയ്യുമ്പോഴും കുട്ടികൾക്ക് പിന്നും ചോദിക്കുന്നുണ്ട്. അതായത് സാറേ, നമുക്ക് മാത്സിൽ കുറച്ച് പ്രശ്നമുണ്ട്, അപ്പോൾ ഞാൻ കൊമേഴ്സിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കൊമേഴ്സ് വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് ആണ്, അക്കൗണ്ട്സ് അകത്ത് ഫിഗേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ കൺഫ്യൂഷൻ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ശരിക്കും എന്താണ് എൻ്റെ സത്യാവസ്ഥ? നമുക്കറിയാം, അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഒരു ഫേമിൻ്റെ അകത്ത് കണക്കുകൾ കൂട്ടുക എന്നുള്ളതാണ്. അതായത് ഫേമിൻ്റെ പ്രോഫിറ്റ് ആണോ, ആ ഫേം ലോസിലേക്കാണോ പോകുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ കണക്കുകൾ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ 10th പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മാത്സ് കുറേ ആപ്ലിക്കേഷൻസും കുറേ ഫോർമുലാസും അതുപോലെ തന്നെ നമുക്കറിയാം ആംഗിൾസും എല്ലാം ചെയ്യുന്ന രീതിയിലുള്ള മാത്തമെറ്റിക്സ് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള കണക്ഷൻ നമുക്ക് അക്കൗണ്ടൻസി ആയിട്ടില്ല. അതുകൊണ്ട് മാത്സിൽ വീക്ക് ആയതുകൊണ്ട് എനിക്ക് മാത്സിൽ മാർക്ക് കുറവാണ്, മാത്സിൽ A+ൻ്റെ എണ്ണം A+ കുറവാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടൻസി കൊമേഴ്സ് എടുക്കുമ്പോൾ അക്കൗണ്ടൻസി നിങ്ങൾ ബുദ്ധിമുട്ടിക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പം അക്കൗണ്ടൻസി എന്ന് പറയുന്നത് നമുക്ക് മാത്സിലെ കാൽക്കുലേഷൻ ആകെ നമുക്ക് വരുന്നത് നിങ്ങൾക്ക് അഡീഷൻ പ്ലസ് അറിയോ, അതുപോലെ തന്നെ മൈനസ് ചെയ്യാനും അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവിഷനും ഈ 4 പ്രോസസ്സുകൾ മാത്രം, ഈ 4 അരിത്തമെറ്റിക്കൽ പ്രോസസ്സ് മാത്രമേ നമുക്ക് ഇവിടെ വരുന്നുള്ളൂ, അക്കൗണ്ടൻസിക്കകത്ത് വരുന്നുള്ളൂ. ആൻഡ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് ക്ലാസ് റൂമിൻ്റെ അകത്ത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റേറ്റ് സിലബസിനകത്ത് അല്ലേ, CBSEക്കകത്ത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ് സിലബസിനകത്ത്, നമ്മൾ പഠിക്കുന്ന സ്റ്റേറ്റ് സിലബസിനകത്ത് ക്ലാസ് റൂമിൻ്റെ അകത്ത് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കണക്കുകൾ കൂട്ടുന്നത് കാൽക്കുലേറ്ററോടെ ആയിരിക്കും എന്നുള്ള ഉറപ്പാണ്. ആൻഡ് ഇത് എക്സാം ഹാളിൽ കൊണ്ടുപോകാൻ പറ്റും. കുട്ടികൾ ചോദിക്കാറുണ്ട്, എന്തായാലും നമുക്ക് എക്സാമിനേഷൻ ഹാളിൽ അക്കൗണ്ടൻസിയുടെ എക്സാം ഹാളിൻ്റെ അകത്തും നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാത്സും അക്കൗണ്ടൻസിയുമുള്ള കണക്ഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. മാത്സിൻ്റെ പേടി കൊണ്ട് നിങ്ങൾ കൊമേഴ്സ് എടുക്കാതിരിക്കേണ്ട, അല്ലെങ്കിൽ കൊമേഴ്സിലെ അക്കൗണ്ടൻസി നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അക്കൗണ്ടൻസിക്ക് വേണ്ടത് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്, കൺസെപ്റ്റോട് കൂടി പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, സൈലം കൊമേഴ്സ് എക്സ്ക്ലൂസീവ് ബാച്ചാണ് യുവ എന്ന് പറയുന്നത്. യുവ ബാച്ചിലൂടെ +1 ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എക്സ്പേർട്ട് ഫാക്കൽറ്റീസിന് കൂടെ നമുക്ക് പഠിച്ചു തുടങ്ങാം കൊമേഴ്സ്. അതുകൊണ്ട് +1 അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികളും എത്രയും പെട്ടെന്ന് തന്നെ യുവ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് നേരത്തെ പഠിച്ചു തുടങ്ങാം.